ഹണി റോസിനെ പറ്റിയുള്ള സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒടുങ്ങുന്നില്ല, ചർച്ചകളും അവസാനിക്കുന്നില്ല. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയതിനു ശേഷം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് നടി ഹണി റോസ് പറയുന്നു. ഒത്തിരി ആളുകൾ കുറെ വർഷമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണിത്. ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ക്രൈമുകളെ അത്രത്തോളം പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അതിനുശേഷം സംഘടനകളിലുള്ളവരും രാഷ്ട്രീയക്കാരും വിളിച്ച് സംസാരിച്ചു. വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ അടുത്തു വന്നിട്ട് നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറയും. ചിലർ പറയും അവർക്കും പെൺമക്കൾ ഉണ്ടെന്ന്, അവർക്കാണ് ഒരുപാട് സംസാരിക്കാനുണ്ടാവുക. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തനിക്കും സന്തോഷം തോന്നുമെന്നും ഹണി റോസ് പറയുന്നു. അപ്പനായാലും അമ്മയായാലും തനിക്ക് എപ്പോഴും ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ആളുകളും അത്രയും ശക്തമായിട്ടാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരം വഴക്കു കേട്ടിരുന്ന കാര്യമായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നത്. പക്ഷേ നമ്മളൊരു കാര്യം പുറത്തേക്ക് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നവും ബഹളവും നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ പേരിൽ ഇനി വരുന്നത് എന്തായിരിക്കും എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് മാക്സിമം മാറി നിന്നത്. പിന്നെ ഇത് ഒരിടത്ത് തുടങ്ങിയാൽ ഒരിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. പരാതി കൊണ്ട് ഞാൻ മുന്നോട്ട് വരുമ്പോഴും അതിന് ഒരു അറുതിയൊന്നും വന്നിട്ടില്ല. ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നും അറിയില്ല. ഇതിനൊരു നിയമനിർമ്മാണം വേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിലേ മാറ്റം വരൂ എന്നും ഹണി റോസ് പറയുന്നു. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കേസ് കൊടുക്കുക എന്നല്ല, അവരോടത് ചെയ്യരുത് എന്ന് പറയും. അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നാം ചെയ്യുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും കേസല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാലത്ത് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞ് അനാവശ്യമായ ഒരു വാക്കോ കമന്റോ ഇടുമ്പോൾ അത് ആളുകൾ ഏറ്റെടുക്കും. അവിടെ നടക്കുന്നത് ഒരാളെ ബലിയേടായി ഇട്ടുകൊടുക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ഇത് നമ്മളെ പിന്തുടർന്ന് ആക്രമിക്കും. തമാശ മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയില്ല. ഇത് നമ്മളെ മാത്രമല്ല കുടുംബത്തെയും ബാധിക്കും. ഇതിനെ ഏത് രീതിയിൽ ചെറുക്കണമെന്ന് കുറെ നാളുകളായി ചിന്തിച്ചു തുടങ്ങിയതാണ് എന്നും ഹണി റോസ് പറയുന്നു. തന്റെ പരാതിക്ക് ശേഷം നടന്ന ചർച്ചകൾ വിഷയം വഴിതിരിച്ചുവിട്ടു. ലൈംഗിക അധിക്ഷേപത്തിനെതിരായ പരാതി ചിലർ മനഃപൂർവ്വം തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ചർച്ചയാക്കി മാറ്റി. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കുറ്റകൃത്യത്തിനെതിരെയാണ് സംസാരിച്ചത്. എന്നാൽ എന്റെ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്ന നിലയിലാണ് ചർച്ചകൾ ഉണ്ടായത് എന്നും ഹണി റോസ് പറഞ്ഞു. ഹണി റോസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമന്റുകളും അഭിപ്രായ പ്രകടനങ്ങളും വന്നിരുന്നു. ഹണി റോസിന്റെ വസ്ത്രത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ പേരും രംഗത്ത് വന്നത്. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയ വ്യക്തി കൂടിയായിരുന്നു നടിയായ ഫറാ ഷിബില. ഹണി റോസ് സ്വീകരിച്ച നിയമ നടപടി അംഗീകരിക്കുമ്പോൾ തന്നെ താരത്തിന്റെ വീഴ്ചകൾ ഫറ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴിതാ വിഷയത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താരം. ഹണി റോസ് അത്രത്തോളം നിഷ്കളങ്ക ആണെന്ന് തോന്നുന്നില്ല എന്നാണ് താരം പറയുന്നത്. കൂടാതെ മലയാള സിനിമയിൽ ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നും ഫറ ഷിബില തുറന്നു പറഞ്ഞിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഹണി റോസ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്കെതിരെ സംസാരിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രം. സെൽഫ് ഒബ്ജക്ടിവിറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഞാനൊരു വസ്ത്രം ധരിക്കുമ്പോൾ അത് ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ കഴിയില്ല. അതിലൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെന്നതാണ് സത്യമെന്നും താരം പറയുന്നു.